ഹായ് ഓൾ. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഞാൻ ഇന്ന് ഒരു സ്ട്രിങ് ആർട്ടിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് സൗണ്ട് ഇല്ലാണ്ട്, സൗണ്ട് മീൻസ് വോയിസ് കൊടുക്കാതെ ഞാൻ മ്യൂസിക് ഇട്ടാണ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെ ഡൗട്ട് ഉണ്ടായിരുന്നു ഇതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനെ കുറിച്ചൊക്കെ. അപ്പോൾ ഡീറ്റെയിൽസ് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യണത് എൻ്റെ മോനാണ് കേട്ടോ. അവന് സ്കൂളിലേക്ക് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഞാനെടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാൻ, സ്കൂളിലേക്കൊക്കെ മത്സരങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ, ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാം കേട്ടോ. ഇപ്പോൾ മരപ്പലക അതുപോലെ പ്ലൈവുഡൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ചെയ്തതിൽ പേപ്പർ ഒട്ടിച്ചെടുക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ആദ്യം ചെയ്ത്. അത് ശരിക്ക് സ്കൂളിലേക്ക് പേപ്പറല്ല, ബ്ലാക്ക് തുണിയാണ് ഒട്ടിക്കുക കേട്ടോ. ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടായതുകൊണ്ട് പേപ്പർ ഒട്ടിച്ചതേ ഉള്ളൂ. പേപ്പർ ഒട്ടിച്ച ഇത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് വീഡിയോകൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ഇപ്പോൾ വേറൊരു ബോർഡ് എടുത്തിട്ട് അതിൽ ഡിസൈൻ വരയ്ക്കുന്നത് കേട്ടോ. കാരണം മറ്റേ ബ്ലാക്കിൽ ഒരു പെൻസിൽ കൊണ്ട് വരയ്ക്കുന്ന സമയത്ത് വീഡിയോയിൽ തെളിഞ്ഞ് കാണില്ല. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു ഇതിലിപ്പോൾ ഡിസൈൻ വരയ്ക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ബോർഡിൻ്റെ സൈസ് 30 സെൻറ്റിമീറ്റർ നീളം വീതിയാണ് കേട്ടോ. ഇത് മത്സരത്തിൻ്റെ റൂളാണത്. ചുരുങ്ങിയ ഒരളവാണ് കേട്ടോ 30 സെൻറ്റിമീറ്റർ പറയുന്നത്. അത് കുറയാൻ പാടില്ല എന്നാണ് പറയണത്. അങ്ങനെ നമ്മൾ വരയിടലിവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 90 ഡിഗ്രിക്കുള്ളിൽ 1, 2, 3, 4, 5 വരകളാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ആണി നിറയ്ക്കാനുള്ള മാർക്ക് ചെയ്യാണ്. അപ്പോൾ 2.5 സെൻറ്റിമീറ്റർ എടുത്ത് 2.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് ഒരു കോമ്പസെറ്റ് വട്ടം വരയ്ക്കുകയാണ് ഇപ്പോൾ ചെയ്യണത് കേട്ടോ. അത് ഓരോ ലൈൻസിലും ഓരോ ഡോട്ട് ഇടുന്നതിന് പകരമായിട്ട് ഒരു വട്ടം വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത് ഈ ഒരു നമ്മൾ വരച്ച സർക്കിളിൻ്റെ അവിടുന്ന് അങ്ങോട്ട് 10 സെൻറ്റിമീറ്റർ അളന്നെടുത്തിട്ട് ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ ഒരു ലൈനിൽ ഓരോ സെൻറ്റിമീറ്റർ വിട്ട് ഓരോ സെൻറ്റിമീറ്ററിലും ഡോട്ട് ഇട്ട് കൊടുക്കുക. തൊട്ടടുത്ത ലൈനിൽ ആ ഒരു 10 സെൻറ്റിമീറ്ററിൽ മാത്രമായിട്ട് ഒരു ഡോട്ട് ഇടുക. അപ്പോൾ വീണ്ടും അടുത്തതിൽ ഓരോ സെൻറ്റിമീറ്റർ വിട്ട് ഡോട്ട് ഇടുക. അങ്ങനെ ഒന്നിടവിട്ട ലൈൻസിലാണ് ഇതുപോലെ ഓരോ സെൻറ്റിമീറ്ററിലും ഡോട്ട് ഇടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു മാർക്ക് ചെയ്ത് കൊടുത്ത് മാത്രമാണ് ആണി തറക്കേണ്ടത് കേട്ടോ. അങ്ങനെ നമ്മുടെ വരയും കുത്തും കോമയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ നേരത്തെ റെഡിയാക്കി വെച്ച ആ ബോർഡിലേക്ക് വരച്ച് ആണി തറച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആണി ഞാനിവിടെ കാണിക്കാം കേട്ടോ. ബ്രാസിൻ്റെ ആണിയാണ് ഇത്. നല്ലൊരു ഗ്ലേസിങ് ആണ് കേട്ടോ ഈ ഒരു ആണി വെച്ച് ചെയ്യുമ്പോൾ. ഈ ആണി തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല, പക്ഷെ ഇതാകുമ്പോൾ കുറച്ച് കൂടുതൽ ഭംഗി ഉണ്ടാകുന്നു മാത്രം. ഇത് ഗ്ലാസ് ലോക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്ന അങ്ങനത്തെ ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ ആണി നിറച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നൂല് ചുറ്റുന്നതാണ് പരിപാടി. അപ്പോൾ ഇതാണ് നമ്മളിതിന് ഉപയോഗിക്കുന്ന നൂല് കേട്ടോ. ഇതുപോലെ ത്രെഡ് ആർട്ടിനെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുന്നതാണ്. നൂലിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്നൊക്കെ അറിയില്ല കേട്ടോ. ഇത് ഒരു കോണിന് 30 രൂപയാണ് വരുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞ വർഷത്തെ ടീച്ചർ ഒരു 10-12 വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായിട്ട് തന്നെയാണ് ഈ വർഷം ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇനിയുള്ള പരിപാടിയൊക്കെ ഭയങ്കര ഈസിയാണ്. ആദ്യം നൂലൊരു ഭാഗം കെട്ടിട്ട് എടുക്കുക. ആ ഒരു സെൻറ്റർ ഭാഗത്തു നിന്ന് തന്നെ ഒരു ആണിയുടെ മുകളിൽ കെട്ടിട്ടിട്ട് ആ എക്സ്ട്രാ വരുന്ന തുമ്പുണ്ടല്ലോ അതപ്പം തന്നെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. പിന്നെ വെക്കരുത്. നൂല് ചുറ്റുമ്പോൾ ഒറ്റ കാര്യം ശ്രദ്ധിക്കാനുള്ളൂ കേട്ടോ. നമ്മൾ ഈ നിരത്തി അണിച്ച ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, അതിലൊരു 4 ആണി വിട്ട് 5ാമത്തെ ആണി വരെയാണ് ഈ ഒരു ആദ്യത്തെ നൂല് ചുറ്റിയെടുക്കുന്നത്. 2 കളർ നൂലാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. 2ാമത്തെ കളറാണ് പിന്നെ തിരിച്ച് ചുറ്റുമ്പോഴാണ് ആ ഒരു നമ്മൾ ഗ്യാപ്പ് വിട്ട ആണികൾക്കൊക്കെ വരുന്നത്. അപ്പോൾ അത്രയും ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ നൂല് ചുറ്റുന്ന സമയത്ത്. പിന്നെ നൂല് നന്നായിട്ട് വലിച്ച് തന്നെ ചുറ്റി കൊടുക്കുക.
അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വർക്കിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. പിന്നെ ഞാൻ ഇവ മുന്നേ ചെയ്തിട്ടുള്ള ചില പാറ്റേൺസിൻ്റെ വീഡിയോസും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ടോട്ടൽ ഒരു 5-6 പാറ്റേണൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ ആണി നമ്മുടെ കയ്യിലധികം ഇല്ലാത്തതുകൊണ്ട് ഓരോന്ന് ചെയ്തിട്ട് ഒരു 3 എണ്ണമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഒന്ന് പറിക്കും, എന്നിട്ട് വീണ്ടും വേറെ പാറ്റേൺ ചെയ്യും.